നൈറ്റ് ജേർണി ആയതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങിയിട്ടോ. ഇപ്പോഴാണ് കണ്ണ് തുറന്നത്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 5:30 മണിയായിട്ടുണ്ടാവും. നേരെ ഇങ്ങനെ വെളുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഫുള്ളും മരങ്ങളും മലയും കാടൊക്കെ തന്നെയാണ് കാണാനുള്ളത്. പിന്നെ കിട്ടിയത് ഒരു അടിപൊളി സൺറൈസാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ബിക്കോസ് കൊടൈക്കനാൽ പോകണമെന്ന് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ ആയി. ബട്ട് ഇപ്പോഴാണ് നമുക്കൊരു ചാൻസ് കിട്ടിയത്. സോ ഒന്നും ആലോചിച്ചില്ല, പെട്ടിയും ബാഗൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് നമ്മൾ നേരെ അങ്ങ് വിട്ടു കൊടൈക്കനാലിലേക്ക്. പിന്നെ കുറച്ച് നേരം വഴിയിലൊക്കെ നിർത്തി നമ്മുടെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ വീണ്ടും ട്രാവൽ ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. ഫൈനലി നമ്മൾ കൊടൈക്കനാലെത്തി. സോ ഇവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഇവിടുത്തെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ കളർഫുള്ളായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കൾ, പിന്നെ നല്ല നീല ആകാശം, പിന്നെ കുഞ്ഞു കുഞ്ഞു വീടുകൾ. ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ സ്പെഷ്യാലിറ്റി. പിന്നെ ഇവിടുത്തെ മഞ്ഞും തണുപ്പും നല്ല അടിപൊളി ക്ലൈമറ്റാണ്. പക്ഷേ എൻ്റെ ഭഗവാനെ, കൊടൈക്കനാൽ തന്നെയാണോ ഞാൻ എത്തിയത്? ഇവിടെ ഭയങ്കര വെയിലാണ്, ചുട്ടുപൊള്ളുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു 12 മണിക്ക് കിട്ടുന്ന വെയിലാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്നത്. പക്ഷേ സമയം പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. നമുക്കിപ്പോൾ 7 മണിയേ ആയിട്ടുള്ളൂ സമയം. ചെക്ക് ഇൻ ചെയ്യാൻ ഇനിയും ടൈം ഉള്ളതുകൊണ്ട് അവർ നമുക്ക് ടെമ്പററി റൂം അറേഞ്ച് ചെയ്തിട്ട് തന്നിട്ടുണ്ട്. മേലെ എത്തിയപ്പോൾ ഞാൻ ഹാപ്പിയായി. അടിപൊളി സ്റ്റേ ആണ്, ഒന്നും പറയാനില്ല. സോ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. ദെൻ കം ഓൺ, നമുക്ക് ഉള്ളിലൊന്ന് നോക്കി നോക്കാം എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന്. സോ നമുക്കൊരു 4-5 പേർക്ക് അടിപൊളിയായിട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാനും പിന്നെ ചെറുതായിട്ടൊന്ന് ഫ്രഷപ്പ് ചെയ്യാനുള്ളൊരു കുട്ടി ബാത്റൂമാണ് ഈ കുഞ്ഞു റൂമിൻ്റെ അകത്തുള്ളത്. എല്ലാവരും നല്ല ക്ഷീണത്തിലായിരുന്നു. സോ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിട്ട് എന്നിട്ട് ഫ്രഷപ്പ് ആവാമെന്ന് വിചാരിച്ചു ഞങ്ങൾ. ചെറുതായി ഒന്ന് മങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ റൂമൊക്കെ സെറ്റായിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ റൂം. ചെറിയൊരു ഹാളും ഒരു കുട്ടി റൂമും തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ ഉള്ളത്. ദെൻ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. അടിപൊളിയാണ്, നേരത്തെ കണ്ട പോലെ ഒന്നല്ല. ഇവിടെ മോർണിംഗ് ഭയങ്കര വെയിലും ദെൻ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ഒടുക്കത്തെ കോടമഞ്ഞും തണുപ്പുമാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റാണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച്. നല്ല വിശപ്പുണ്ടായിരുന്നു, അപ്പോൾ ഒന്നും നോക്കിയില്ല, നേരെ ഫ്രഷപ്പായിട്ട് നമ്മളെല്ലാവരും കുറച്ച് മട്ടൻ ബിരിയാണി അവർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. സോ അത് നമ്മളെല്ലാവരും കൂടെ കഴിക്കുകയാണ് കേട്ടോ. അടിപൊളിയായിരുന്നു, നല്ല തണുപ്പത്ത് നല്ല ചൂട് മട്ടൻ ബിരിയാണി, അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു. ദെൻ നമ്മൾ നെക്സ്റ്റ് എങ്ങോട്ട് പോവാം, എന്തൊക്കെയാണ് പ്ലാൻ എന്നൊക്കെ ഇങ്ങനെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ കേട്ടോ. ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. എന്തായാലും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പ്ലാൻ ചെയ്തു. ദെൻ തണുപ്പത്ത് മോയ്സ്ചറൈസർ തേച്ചില്ലെങ്കിൽ സ്കിന്നാകെ നാശമാവുമെന്ന് പറഞ്ഞ് കേട്ടിട്ട് എൻ്റെ മോയ്സ്ചറൈസർ മൊത്തം ഇവർ 3 പേരും കൂടെ തീർക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതാണ് നമ്മുടെ പുറത്തേക്കുള്ള വേ. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഫുൾ ഇങ്ങനത്തെ ഇവിടെ ഫുൾ ഗ്രീനറി ആണ്, ഇങ്ങനെ നല്ല നല്ല മരങ്ങളും പച്ചപ്പുല്ലും, അങ്ങനെ അടിപൊളിയാണ്. എവിടേക്ക് നോക്കിയാലും അവിടേക്ക് നല്ല ഭംഗി ഇവിടെ കാണാം. അതാണ് കൊടൈക്കനാലിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി. ദെൻ നമ്മൾ ആ ചായപ്പിടിയിൽ നിന്ന് ഒരു ചെറിയ കുഞ്ഞു സ്ട്രോങ് ടീ ഒടിച്ച് നമ്മുടെ ബിരിയാണീൻ്റെ ക്ഷീണമൊക്കെ മാറ്റി. പിന്നെ നമ്മൾ കുറച്ച് പിക്സ് എല്ലാം എടുത്ത് നമ്മൾ പിന്നെയും നമ്മുടെ റൂമിലേക്ക് തന്നെ വെച്ച് കേട്ടോ. പിന്നെ അവിടെ എത്തിയപ്പോൾ പിന്നെ ഒന്നും പറയണ്ട, ഡാൻസ്, പാട്ട്, ബഹളം, അങ്ങനെ അടിപൊളി വൈബായിരുന്നു. അപ്പോൾ നമ്മുടെ കൊടൈക്കനാൽ എത്തിയതിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല വേർഡ്സ് കൊണ്ട്. ദെൻ നമ്മളൊന്നും കൂടെ പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് നല്ല മഴയും മഞ്ഞും ഉണ്ടായിരുന്നു, പുറത്തൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര മഴയായതുകൊണ്ട്. പിന്നെ നമ്മൾ വണ്ടീൻ്റെ ഉള്ളിൽ തന്നെ പാട്ടൊക്കെ വെച്ച് അടിച്ച് പൊളിച്ച് ഇങ്ങനെ പോയിട്ട് വന്നു. അങ്ങനെ നമ്മുടെ കറക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിൽ എത്തിയപ്പോഴത്തേക്കും ഒരു അടിപൊളി ക്യാമ്പ് ഫയർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദെൻ ഒന്നും പറയണ്ടല്ലോ, ഡാൻസ്, പാട്ട്, കളി, ചിരി, ബഹളം, ആകെ അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മുടെ കൊടൈക്കനാലിലെ ഫസ്റ്റ് ഡേ എന്തായാലും അടിപൊളിയായി. സോ നാളെ നേരത്തെ എണീക്കണം എന്നൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം. നേരത്തെ എണീച്ച് ഇവിടുത്തെ വ്യൂ ഒക്കെ കാണണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഈശ്വരാ സാധിക്കണേ. അപ്പോൾ ഗുഡ് നൈറ്റ്, ടാറ്റാ, ബൈ.